ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കൈപ്പങ്ങ റോസ്റ്റ് ആയിട്ടാണ്. അതിലേക്ക് വേണ്ടത് കൈപ്പങ്ങ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായി കുഴച്ച് വെക്കുക. നല്ല മസാല ഒക്കെ പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും വേണം കേട്ടോ. പിന്നെ നമുക്ക് കൈപ്പങ്ങ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൈപ്പങ്ങ പൊരിച്ചെടുക്കാം. ഇനി കൈപ്പങ്ങ ഫ്രൈ ആകുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് 3 പച്ചമുളകും ആഡ് ചെയ്യാം. നമ്മൾ കൈപ്പങ്ങ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല മുരിക്കനായതിന് ശേഷം നല്ല മുരിക്കനായിട്ടുണ്ട് കേട്ടോ നമ്മളെ കൈപ്പങ്ങ ഇവിടെ. ഇനി നമുക്ക് അതിലേക്ക് അത് കോരി മാറ്റൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പിന്നെ തക്കാളി, പച്ചമുളക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്യുക, നല്ല ഇളക്കി ചേർക്കുക. നമ്മളിത് ഇളക്കി തീർച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം കേട്ടോ. കുറച്ച് നേരം മൂടി വെച്ച് നല്ലൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇനി അത് തുറന്ന് നോക്കിയാൽ നമ്മളെ കൈപ്പങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.